ഇന്ന് ഒരു സ്പെഷ്യൽ യാത്രയാണ്. അതും എല്ലാവർക്കും സ്പെഷ്യലായ ഒരു സ്ഥലത്തേക്ക്. അതെ, സാക്ഷാൽ ഗുരുവായൂരപ്പനെ കാണാൻ. എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാം, സ്റ്റാർട്ടിങ് ഞാൻ മഞ്ചാടിക്കുരു കൊണ്ടൊരു മാല ഉണ്ടാക്കിയത്, അതും എൻ്റെ പൊന്നു ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട്. മഞ്ചാടിക്കുരു മാല ഗുരുവായൂരപ്പന് വേണ്ടിയുള്ള എൻ്റെ സമർപ്പണമാണ്. മഞ്ചാടിക്കുരു വെച്ച് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തൊരു മാല ഗുരുവായൂരപ്പനെ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ മഞ്ചാടിക്കുരുവിൻ്റെ ഓർഡേഴ്സ് എടുക്കുകയുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഭഗവാനോട് തോന്നുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റിൽ നിന്നാണ് സ്വന്തമായി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഭഗവാനെ സമർപ്പിക്കണമെന്ന് തോന്നിയതും എൻ്റെ കൈകൊണ്ട് ഭഗവാനെ ചാർത്തണമെന്ന് തോന്നിയതും. ഇപ്പം നിങ്ങൾ കരുതും അതെങ്ങനെയെന്ന് അല്ലേ? ക്യൂവിൽ നിന്ന് ഉള്ളിൽ കയറി ഭഗവാനെ തൊഴുത് ബാക്കിലേക്ക് നടക്കുമ്പോൾ അവിടെ ഗണപതി ദശാവതാരം ഒക്കെ കാണുന്ന ഭാഗത്തുള്ള മുരുകൻ്റെ അടുത്തുള്ള കൃഷ്ണനാണ് ഞാൻ മാല ചാർത്തിയത്. മാല ചാർത്തുന്നത് കണ്ട് പ്രായമുള്ള ആളുകളും എൻ്റെ കൂടെ നിന്ന് തൊഴുതു. അതും എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് വഴിപാടിനേക്കാൾ എനിക്ക് സമർപ്പണത്തോട് കൂടുതൽ താല്പര്യം. നമ്മൾ ഏത് ഡിവൈനോട് കണക്റ്റായി കിടക്കുമ്പോഴാണോ ഇങ്ങനെ ഉള്ളിലൊരു തീജ്വാല വരുന്നത്, അപ്പോൾ അവിടെ സമർപ്പണ മനോഭാവം ഉണ്ടാകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓരോ വ്യക്തികൾക്കും വിശ്വാസം പലതരത്തിലാണ്. മഞ്ചാടിക്കുരുമാല സമർപ്പിച്ചാൽ വിചാരിച്ച കാര്യം നടക്കുമോ എന്ന് പലർക്കും ഡൗട്ട് കാണും. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ജ്വല്ലറി മേക്കിംഗ് തുടങ്ങിയപ്പോൾ മഞ്ചാടിക്കുരു വെച്ച് ജ്വല്ലറി ചെയ്യണമെന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരുപാട് അമ്മമാരും ചേച്ചിമാരും പ്രായമായവരും ഭഗവാന്റെ മുന്നിൽ കണ്ണാ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതും പാടുന്നതും കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. മകനെ പോലെയാണ് പലരും ഗുരുവായൂരപ്പനെ കാണുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഗുരുവായാണ് കാണുന്നത്. കാരണം ഞാൻ എവിടെയെങ്കിലും സ്റ്റക്കായാൽ ഞാൻ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പനോട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. നോർമൽ സംസാരം തന്നെയാണ് കേട്ടോ, അല്ലാതെ അത് തരൂ ഇത് തരൂ എന്നൊന്നും ഞാൻ പറയാറില്ല. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തീർച്ചയായും ഒരു വഴി കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മളെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് ആരാണോ അതാണല്ലോ നമ്മളുടെ ഗുരുദേവൻ, അല്ലേ? അങ്ങനെ തന്നെയാണ് ഈ മഞ്ചാടിക്കുരുമാലയുടെ ഉത്ഭവം ഉണ്ടായത് കേട്ടോ. എങ്കിലും എൻ്റെ കൃഷ്ണ ഇൻസ്റ്റ ID ഒരുവിധം എല്ലാവർക്കും പരിചിതമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരത്ത് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നതാണ് കേട്ടോ വീഡിയോയിൽ കണ്ടത്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ചാടിക്കുരു വെച്ച് മറ്റൊരാൾക്ക് കൂടി മാല ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. സർവം കൃഷ്ണാർപ്പണമസ്തു.